അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെക്സോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ്. അപ്പോൾ അത് കോൾ ചെയ്യാനൊക്കെ പറ്റുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോർച്ചാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഉപയോഗമുള്ള സാധനം. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഈ ടോർച്ച് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് പെട്ടെന്ന് ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ ഫസ്റ്റ് ഓണാക്കാൻ പോകുന്നത് കീ ചെയിനാണ്. കീ ചെയിനാണ് വിട്ട് ടോർച്ച് വരുന്ന ഒരു കീ ചെയിൻ വേണം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് ടോർച്ച് വരുന്ന കീ ചെയിൻ. നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ബാക്ക് മാഗ്നറ്റ് ആയിരിക്കും. ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ടൈപ്പ് സി ആണ് USB കേബിൾ വരുന്നത്, ടൈപ്പ് സി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അങ്ങോട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടോർച്ച് വരുന്നത്. കീ ചെയിനാണ്. നമുക്ക് കീ ചെയിൻ വേണമെങ്കിൽ നമുക്കിത് ഇവിടെ വേണമെങ്കിൽ പോക്കറ്റ് ഇല്ല കേസ്. പോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു പവറാണ് കിട്ടുന്നത്. ഇപ്പം രാവിലെ ആയതുകൊണ്ടാണ് അത്രയും പവർ കുറവ് കേട്ടോ. അപ്പോൾ 3 മോഡാണ് ഉള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റാണ് കേട്ടോ. നിങ്ങൾ രാത്രി ഇത് ഓണാക്കി വെച്ചാൽ നല്ല കിട്ടിലും ബ്രൈറ്റാണ്. പിന്നെ അതേ കണക്ക് രണ്ടാമത്തെ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന മോഡൽ. ഇതെന്തൊരു ചാർജ് ഇല്ല പോയി, ചാർജ് കയറുന്നു കാരണം കൊണ്ട് നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് മോഡും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിം ചെയ്യുന്നതും പിന്നെ ഒരു മിന്നി കത്തുന്നത് ഫ്ലാഷിൻ്റെ മോഡ്. അങ്ങനെ 3 മോഡാണ് ഈ ലൈറ്റ് കത്തുന്നത്. ഇതെന്താ പറയുക, നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള സംഭവമാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്ന 5 hours 5 മണിക്കൂർ വരെ ഒറ്റ ചാർജ് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ കുത്തിയൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാം. ഒരു സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഫ്രണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ സൈക്കിളിൻ്റെ മേൽ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് തന്നെ സ്റ്റാൻഡിൽ ഇങ്ങനെ വയ്ക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഇത് ഇതുണ്ടല്ലോ സോഡയൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പണർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നത്. ഇതാണ് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നത്. അപ്പം അതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല കേസ്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിൻ്റെ അടിയിൽ വരെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് മെറ്റലാണ്, മെറ്റൽ ഫ്രെയിമാണ് ഫുള്ള് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഇല്ല. ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്. ബാക്കി ഇതെല്ലാം മെറ്റൽ ഫ്രെയിമിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു യൂസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു ടോർച്ചിനൊക്കെ പകരം വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആരെങ്കിലുമൊക്കെ റൈഡും കാര്യങ്ങളൊക്കെ പോണവരുണ്ടെങ്കിൽ നല്ലതാണ്. പോക്കറ്റിൽ കിടന്നോളൂ, കീ ചെയിനായിട്ട് കിടന്നോളൂ. വണ്ടിയിലൊക്കെ വേണമെങ്കിൽ മേടിച്ചിടാം. നല്ല ഒരു ബൈക്കിനൊക്കെ വേണമെങ്കിൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു യൂസാണ് ഈ ഒരു സാധനം. ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ 250 രൂപ ഇതിൻ്റെ വില വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നെക്സോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഹെഡ്ഫോണാണ്. ഹെഡ്ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ സാധാരണ നമുക്ക് എന്താ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം വയ്ക്കും. പാട്ട് കേൾക്കാനൊന്നും കൊള്ളത്തൊന്നുമില്ല. ഇത്തരമുള്ള നെക്സോൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ഏകദേശം നമുക്ക് 2 മണിക്കൂർ മാത്രം ചാർജ് ചെയ്താൽ മതി. 2 മണിക്കൂർ ചാർജ് ചെയ്താൽ ഏകദേശം 30 മണിക്കൂർ നമുക്ക് ടോക്ക് ടൈം കിട്ടും. അതായത് ഒരു ദിവസം ഒന്നുമല്ല, ഒരു ദിവസം 1.5 ദിവസം കിട്ടും. അതേപോലെ തന്നെ സ്റ്റാൻഡ് ബൈ ആണെങ്കിൽ 200 hours സ്റ്റാൻഡ് ബൈ. അതായത് ഓണായി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലും 200 hours വരെ സ്റ്റാൻഡ് ബൈ ആയിട്ട് കിട്ടും. 2 മണിക്കൂർ ചാർജ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തിരിക്കുന്നത്. 100% ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ വില എന്ന് വെച്ചാൽ 700 ആ റേഞ്ച് ആണ്ടേ വരത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച് ആമസോണിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ആക്കി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ പഴയ ഒരു ഇതാണ്. നമ്മൾ മൈക്രോ USB കേബിളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു ഹെഡ്ഫോൺ ഉണ്ട്. ഈ ജസ്റ്റ് ഹെഡ്ഫോൺ ഇവിടെ ടാപ്പ് ചെയ്താൽ ഓണാവും. ഇവിടെ ടാപ്പ് ചെയ്താൽ മതി, അപ്പം ഇത് ഓണാവും. ഓക്കെ ഗൈസ്, അപ്പം ഇത്ര ഓണാകത്തില്ല. ഓക്കെ, ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കണ്ടത് നല്ല വാട്ടർ പ്രൂഫാണ്. ഇവിടെ വോളിയം ബട്ടൺ അപ്പും ഡൗണും ഉണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ബട്ടൺ അപ്പും ഡൗൺ. പിന്നെ നമുക്കിവിടെ കോൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ള കാര്യം. 200 രൂപയെ വരുത്തുള്ളൂ ഈ ഒരു സാധനത്തിൻ്റെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നെക്സോൺ എന്ന് ജസ്റ്റ് ആമസോണിൽ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ട് ചെയ്യുക. ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോ. വയർലെസ് ഹെഡ്ഫോൺ സ്റ്റീരിയോ എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ സ്റ്റീരിയോ ഒന്നുമല്ല, ജസ്റ്റ് വേണം മാത്രം കണക്ട് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇനിയും സാധനങ്ങൾ മേടിച്ച് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇനി കൊണ്ട് നമുക്ക് സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ 2 സാധനം മേടിച്ച് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി സാധനങ്ങൾ മേടിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.